എന്നെ കുളിപ്പിച്ചു തരാം. പപ്പക്ക് ഒറ്റ കൊടുത്താലാ യാർക്ക് തണുപ്പ് അങ്ങനെ. അയ്യോ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. എന്റെ ഹായ് ഗൈസിലേക്ക് ഞാനും ഞെട്ടിപ്പോയി. യാരു മമ്മിലെ കലിപ്പിലാണല്ലോ രാവിലെ എണീച്ചെന്ന് തന്നെ. എന്താണ് ഇല്ല ചാറാക്കല്ലേ മോനെ, എന്താണ് എന്തിനാ കുട്ടീനെ എടുത്താണ് നിക്കണേ? പറഞ്ഞു കൊടുത്തോ ഗൈസ്. ഇന്ന് ഫസിക്കാക്ക് ചാറാക്കുന്ന ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഫസിക്കാക്ക് 24 hours യാരന്റെ കാര്യം ചെയ്യുന്നാണ് പറഞ്ഞത്. അതായത് ബേബി ടേക്കർ, എന്താ പറയാ, ബേബി സിറ്റിംഗ്. അപ്പൊ ഫസിക്കാക്ക് യാരന്റെ ബേബി സിറ്റർ ആവാം. 24 hours നടക്കൂലെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേ. അതൊക്കെ നടക്കും. നമ്മള് സ്വന്തം കുട്ടീനെ നോക്കാനേ. ഇത് പപ്പയുടെ സ്വന്തം അപ്പൂസാണ് അല്ലേ? അത് നമുക്ക് കാണാം. ആ മുട്ടയുടെ സ്വഭാവം വെച്ചിട്ട് ഈ കൊരങ്ങനെ അവക്ക് പറ്റൂല. ഒരു സീനും ഇല്ല. എന്നെ പറ്റായുള്ളൂ. മൂഡ് സിംഗും അല്ല, നമുക്ക് മൂഡ് സിംഗ് ഒന്നും ഇല്ലല്ലോ. അതിനെ കൂടെ കുട്ടികൾക്ക് വല്ല സീനൊന്നും. യാരു അന്റെ പപ്പന്റെ കൂടെ ഈ പോയിക്കോ, മനസ്സിലായോ? അതെ, എന്റെ മമ്മക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം. നമുക്ക് അന്റെ പപ്പന്റെ കൂടെ ഈ നിക്കൂല മോളെ, ഇങ്ങോട്ടേക്ക് വരും ഗൈസ്. അപ്പൊ ഈ ഫോൺ തന്നെ കണ്ട 4 ടീംസ് ഒക്കെ വന്ന് ചാറാ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാൽ 24 hours I am going to take care of my baby. Okay, you take rest. അല്ലെങ്കിൽ നീ ഇന്ന് കുതിരാട്ടത്ത് പോയിട്ട് നിന്റെ ചികിത്സ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മൾ യാരെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ 11 മണിയായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കുളിച്ചു വന്നപ്പോൾ. ഞാൻ കുളിച്ചാലല്ലേ യാർക്ക് കുളിക്കാൻ പറ്റൂ അല്ലേ? അപ്പൊ യാരിനെ കുളിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവള് ഇന്ന മണത്താല് വിളി ചോദിക്കില്ല, എന്താ പപ്പ കുളിക്കാണ് എന്നെ കുളിപ്പിക്കാന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കുളിച്ചു അല്ലേ. ഇവിടെ പിന്നെ കുളിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അതിനെ പറ്റി ഓവർ സംസാരിക്കുന്നില്ല അല്ലേ. ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല ഹിബന്റെ കാര്യം വെച്ചിട്ട്. അപ്പം ടബ് കിട്ടി. അപ്പം നമ്മൾ ഇതിലാണ് കുളിപ്പിക്കല്. ഹിബ കാലിന്റെ മേലൊക്കെ വെച്ചിട്ടാണ് കുളിപ്പിക്കുക. ബാത്റൂം ഒന്നും അതൊന്നും ഇപ്പം അമ്മക്ക് നടക്കൂല. അമ്മക്ക് നല്ല ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാട്ടിയിട്ട് കുളിപ്പിക്കാനേ അറിയുള്ളൂ ഗൈസ്. ഞങ്ങൾ ഡാഡികൾ എങ്ങനെ എങ്ങനെ ഇപ്പൊ സാധാരണ ഈ ബക്കറ്റില് വെള്ളമൊക്കെ കോരിയിട്ടൊക്കെ അല്ലേ കുളിപ്പിക്കുക അല്ലെ? അങ്ങനെ തന്നെ ട്രഡീഷണൽ കുളി. ഗൈസ്, ഇനി ഡാഡ്സ് കുളി എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എൻജോയ്മെന്റിനാണ് ഗൈസ്. കുട്ടികൾക്ക് എപ്പോഴും എൻജോയ്മെന്റിന് പ്രാധാന്യം കൊടുക്കണം. ഈ മമ്മിമാർ എന്താ ചെയ്യുക വെച്ചാൽ വേഗം ഒരു പണി തീർത്തിട്ട് ഒരു കിടന്നുറങ്ങാനും സീരിയൽ നോക്കാനൊക്കെ നോക്കുള്ളൂ. പക്ഷെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ യാരനെ ഹോസിലിട്ടിട്ടാണ് ഗൈസ് കുളിപ്പിക്കുന്നത്. ഇന്ന് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി എണ്ണ തേപ്പിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എണ്ണ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ എണ്ണ, ഹൈറാമി അല്ലേ? നൈസ് ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ എന്നാലും തേപ്പിച്ചാലോ. ഉള്ളിൽ നിന്ന് ഇവിടെ കുളിപ്പിച്ചാലേ മൊത്തം വേർക്കും, ഭയങ്കര ചൂടാണ് ഉള്ളിൽ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് യാര അല്ല, നമുക്ക് കുളിക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മളെ യാരനെ എണ്ണ തേപ്പിച്ച് കിടത്താൻ വേണ്ടി പോവാണ്. സമ്മാനം വല്ലതും ഉണ്ടോ നോക്കൂട്ടോ. ഏത് അല്ല സമ്മാന പരിപാടി തന്നെ. ഞാൻ അയ്യോ ഒന്നുകൂടി പെറ നമുക്ക് വേണമെങ്കിൽ. ശുദ്ധമായ വെളിച്ചെണ്ണാണ് തോന്നുന്നു. റോസാണ്, റോസ് റോസ്. അത് റോസ് ഗ്ലോ. ആനക്കനവിൻ കാലിക്കൊണ്ടിരിക്കും കനവേ കാക്കക്കറുമ്പി. എങ്ങനെയുണ്ട് പപ്പന്റെ മസാജ്? പൊളിയാണോ? എന്നാ ഇനി മുതൽ പപ്പനെ തന്നെ ആക്കാം. ഓക്കെ, യാരനെ കുറച്ചു നേരം യാരന്റെ മാരിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി. കനവിൽ താളം കൊണ്ടിരിക്കും കനവേ കാക്കക്കറുമ്പി. എന്നാ പണിട്ടിരിക്കേ യാരാ? അയ്യോ ഗൈസ്, ഇവളൊക്കെ നോക്കണമെങ്കിലേ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങി വെക്കേണ്ടി വരും വീട്ടിൽ. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഒന്നുമില്ല, ഇപ്പൊ മനസ്സിലായില്ലേ പവർ ഓഫ് എ മദർ. യാർക്ക് തണുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രശ്നമല്ല. ഓക്കെ, പ്രശ്നമല്ലാന്നല്ലേ, പ്രശ്നമായിരുന്നു. ഞാനിങ്ങനെ ആക്കിയതാ. ഓക്കെ ഓക്കെ. ഒയ്യോ, വെറുതെ കപ്പിൽ വെള്ളം എടുക്കണം, എത്ര സമയം വേസ്റ്റ് ആവാ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത്. എന്താ അതിൻ്റെ പേര്? സെബാമെഡിന്റെ ജെന്റിൽ വാഷ്. ഏതൊരു സെബ എന്ന് പറഞ്ഞ പെണ്ണ് ഉണ്ടാക്കണ.
പപ്പ ഇവിടെ എന്നല്ലോ പണി വെട്ടിയിരിക്കുക. മതി. അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞ് സെറ്റല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ഹിബക്ക് കൊടുത്തിട്ടോ, ജസ്റ്റ് പിടിക്കാൻ. അപ്പോൾ ഹിബ മൂത്രം ഒഴിച്ചു കൊടുത്ത് യാര. അതാണ് കണ്ടില്ലേ, എന്നോട് പ്രതിഷേധം, എന്നോട് ഇഷ്ടം. ഫസ്കാകനെ സഹായിക്കാൻ വന്ന് ഇന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ കുളി സീൻ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി ഡ്രസ് ഇടല്, ഫുഡ്. യെസ്. അപ്പോൾ ഞാനിതാ ഈ ഡൈപ്പറാണ് ഇട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. യാരാ, നമുക്ക് ഡൈപ്പർ ഇട്ടാലോ? യു റെഡി? യു വാണ്ട് ദിസ് ഡൈപ്പർ റൈറ്റ്? അതിന്റെ മുന്നേ ഡൈപ്പർ ഇട്ടെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ സുഡോ ക്രീം, എന്താ ഇതിന്റെ പേര്, സ്യൂഡോ ക്രീം എന്ന് പറഞ്ഞ ഈ ആന്റിസെപ്റ്റിക് ഹീലിംഗ് ക്രീം അല്ല, ക്രീം, നാപ്കിൻ റാഷ്, എൻസേമ, ബെൻസേമ, ബെഡ് സോർസ്, സൺബേൺ. പിന്നെ സൺബേൺ കഴിഞ്ഞാൽ പിന്നെ മറ്റേ എല്ലാം ഉണ്ട്. സൺബേൺ പിന്നെ ഏതാ ഇവളെ സൺബേൺ, ഡിൽഡിച്ചിങ്, പിന്നെ മറ്റേ ഫെസ്റ്റിവല് ഗോവയുള്ളത്, എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഡൈപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, സെറ്റ് ചെയ്തു. ഞാൻ ഹിബി കൂടിയാണ് ഡൈപ്പർ ഇട്ട് കൊടുത്തത് അല്ലേ? ഈ വീഡിയോ വേണ്ടില്ല തോന്നുന്നത്. അതെന്താ? ഇത് മൊത്തം എനിക്ക് തന്നെ പണിയാവണേ. അതിന് ഇവള് കരീനെയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഹിബ. പിന്നെ ഗൈസ്, കുട്ടികൾ പാല് കുടിക്കുന്ന സമയത്ത് നമുക്കൊന്നുമില്ല, നമ്മൾ നോക്കി നിൽക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ നമ്മളില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ യാരതാ ഓർക്കൊക്കെ ഉറങ്ങി എണീച്ച് ഇപ്പൊ ഫുള്ള് സെറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അടുത്തതായത് ഡ്രസ്സ്, അന്നേരത്തെ അൺഡ്രസ് ആയിരുന്നു, ഇനിയിപ്പോ എന്താ ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ മമ്മനെ പോലെയല്ല, പപ്പ ഈസ് റിയലി സ്ട്രിക്റ്റ്. ഇല്ല ഓക്കെ അല്ല, ഡ്രസ് ഇട്ടിട്ട് ഫാൻ ഇപ്പൊ ഇങ്ങനെ ഡ്രസ് ഇട്ട് എടുക്കാം. ഇതിനൊക്കെ ഒരു സ്കില്ല് വേണം. ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ടല്ലോ സാധനം. ഗൈസ്, അപ്പൊ ഡ്രസ് ഇതാ ഫസ്റ്റ് ഒരു ബട്ടൺ ഇടാണ്. ഇട്ട് കൊടുത്തിട്ടില്ല, ഡ്രസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാകും. അയ്യോ, ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. റോംബർ എത്രയോ ഡ്രസ് ഇട്ട് കൊടുത്തു. മുത്ത് എന്റെ പപ്പ ഇല്ലിട്ട് എന്തിനാ കരീന? എന്റെ പപ്പക്ക് ഒറ്റ കൊടുക്കാലാ. ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഇങ്ങനെ? അത് ഒരു കുടുക്ക് മാറിയിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാനാ മമ്മന്റെ അടുത്ത് ഇപ്പൊ നിക്കണേൽ വിഷമിക്കണ്ട, ഉടനെ പപ്പനെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാത്തോണ്ട്, ഫസ്കാക്ക് വെക്കാൻ അറിയാത്തോണ്ട് ഞാൻ തന്നെ ഓൾറെഡി കഞ്ഞി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇനി ഒന്ന് അടിച്ചു കൊടുത്താ മതി. അടിച്ചു കൊടുക്കാൻ ഞാൻ ബെസ്റ്റാ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും സെറ്റാണ്. നമ്മള് കഞ്ഞി, ഇതാണ് നമ്മളെ കഞ്ഞി ഗൈസ്. യാറിനെ നമ്മള് വീട്ടിലെത്തിന ഒരു സാധനം അറിയില്ല. ഇതൊക്കെ യാറിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് കേട്ടോ അതിലുള്ള. കിട്ടും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ്. ഞാനൊക്കെ ഈ കുരുല്ലാതെ മുന്തിരി ഭയങ്കര ഇഷ്ടട്ടോ. ഇതിന്റെ ആളാണ് ഗൈസ്, ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി. യാരുവിന്റെ ഫേവറേറ്റ് രാമു ഡോഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. യാരു ഇവിടെ ഫുള്ള് സെറ്റാണ്. പിന്നെ അപ്പൊ യാരുവിന്റെ ഫുഡ്സും കൂടെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും സെറ്റാണ്. ഇനി അടുത്തത് ഈ ബിബ് എടുത്തിട്ടേ ഇവിടെ വെക്കട്ടെ. ഇതെന്തിനത്? ഓളെ ഡ്രസ് ചീത്താവാണ്ടക്കാൻ. അയ്യോ, നമ്മളെ കൊടുക്കണേ കൊണ്ടാവും അല്ലേ? വലിക്കാൻ തുടങ്ങും. കണ്ടോ, പപ്പ കൊടുക്കുമ്പോ എന്തോരം തിന്നല നമ്മളെ യാര ബേബി. ഇത് ഫുള്ള് തിന്നണ വരെ പറയണേ. തിന്നാളോ. കണ്ടോ, ഒരു പ്രശ്നമില്ല, പപ്പ കൊടുക്കും അല്ലേ? എന്നാ ഇത് പിടിച്ചേ. വെള്ളം ഇവിടെ വെച്ചോളൂ, ഭയങ്കര കുടിയാ. പിന്നെ കഞ്ഞി കുടിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്പൂൺ ആക്കിയിട്ട് ഇങ്ങനെ കുനുകുന. അല്ലെ നമ്മളിത് കൊടുക്കുമ്പോ നമ്മൾ എന്റർടൈൻ ചെയ്യണം. ഈ ഉമ്മമാര് പണിയെടുത്ത് സീരിയൽ കാണുമ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം കളിക്കാൻ. പിന്നെ ഇന്റെ ഒരു ട്രിക്ക് ഉണ്ട്, അതായത് നമ്മൾ ഫുഡ് കൊടുത്തോണ്ട് കുറച്ച് നേരം കൊടുക്കരുത്. അപ്പൊ ഓർക്ക് വീണ്ടും തിന്നാനുള്ള ഒരു ത്വര വരും. കണ്ടോ, അപ്പൊ കൈ വെച്ച് ഇങ്ങനെ ചോദിക്കും നമ്മളോട്. അപ്പോൾ നമ്മൾ കൊടുക്കണം. ഉണ്ടോ? ഇനി നമ്മളിപ്പോ ഒരു പാട്ടുണ്ട്. യാരും 3 സ്പൂൺ കഴിഞ്ഞാൽ പപ്പന്റെ പാട്ടാട്ടോ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കഞ്ഞി കുടിക്കൂ, സ്ട്രോങ് ആകൂന്ന്. കഞ്ഞി കുടിച്ചെങ്ങനെയാണ് വെറുതെ ഇരുന്നോ? ഉറങ്ങാത്ത നേരം ഫുഡ് കഴിച്ചിരുന്നോ? യാരു
ഗൈസ് ഞാൻ ഒന്ന് കണ്ണ് തെറ്റിയപ്പോ വെള്ളം ലാശോടായി. ഇവിടെ ഇപ്പൊ വീഗാലാൻഡാ, ഒന്ന് കാണിച്ചു കൊടുത്തേ. വീഗാലാൻഡ് വണ്ടർലേ പോയ കളി കളിക്കാ. ഞാൻ അല്പം വിശ്രമം വാങ്ങാം. ആ സ്പൂണേ ഒന്ന് വായന്റെ ഉള്ളിലേക്കാണ് കയറ്റിക്കൂടാ, അല്ലാതെ ഇങ്ങനെ ചുണ്ടത്ത് വെച്ചിട്ടെന്താ, ചുണ്ടത്തെ തെറ്റി പോറിനോട് വെച്ചിട്ടെന്താ കാണിച്ചാ. ഇപ്പൊ എന്നെ ശരിക്കും നോക്കിയേ, എന്തായാലും പ്രശ്നം ഉണ്ടോന്ന് ശരിക്കും നോക്കിയേ. വെള്ളം കഞ്ഞി വെള്ളം വെച്ചിട്ട് കഞ്ഞി കൊടുക്കാം. വെള്ളാണിത് വെള്ളാണിത് വെള്ളാണിത്. എക്സൈറ്റ്മെന്റ് ആയി, വെള്ളം കിട്ടിയ ഭയങ്കര എക്സൈറ്റ്മെന്റ്. വെള്ളം 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 വെള്ളം. അപ്പൊ ഇവിടെ കഞ്ഞി ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ കഞ്ഞി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം നോക്കി ഒറ്റ കുടിക്കുന്നുണ്ട് നമ്മള് ഗ്ലാസോ. യെസ്. അപ്പൊ എന്തായാലും ഫുഡ് കൊടുക്കൽ സെറമണി കഴിഞ്ഞിരിക്കും. ഇനി എന്ത് സെറമണിയാ? ഇനി ഇവിടെ ഡയപ്പർ മാറ്റുന്നു, ഉറക്കുന്നു. അടിപൊളി. ഡയപ്പർ മാറ്റി നമുക്ക് ഇനി ഉറക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്ത് ഇന്റെ കയ്യിലാണ് ഇതാ മാറ്റി കൊടുക്കുന്നു. ഡയപ്പർ ഒക്കെ മാറ്റാനുള്ള ടൈമാണ്. പിന്നെ ചലഞ്ച് എന്താ ചെയ്ത? ഇന്ന് രാവിലത്തെ വൈറ്റമിൻ ഡ്രോപ്സ് കൊടുത്തോ? ഗൈസ് എന്തൊക്കെ വൈറ്റമിൻ ഡ്രോപ്സ് എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. എടുത്തുകൊട്, വൈറ്റമിൻ ഡ്രോപ്സ് കൊടുത്തോ വയ്ക്കാം. ഒരു ദിവസം മൊത്തം നോക്കാറുണ്ട്, ഫുള്ള് കാൽക്കുലേഷൻ തെറ്റിച്ച്. ഡയപ്പർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് തന്നെ ഡയപ്പറാണ് ഞാൻ മാറ്റാൻ വേണ്ടി പോണത്. ഡയപ്പറൊക്കെ വീർത്തിട്ട് ഫസ്റ്റാക്കാണ്. നോക്കി നോക്ക്, കോലം നോക്ക്. കാറ്റാ മൂത്രം വെച്ചിട്ട് മാറ്റാഞ്ഞിട്ട്. ഇന്റെ കുട്ടീനെ ഈ കിലോ കണക്കിന് വെറുതെ അല്ലേ വെയിറ്റ് കൂടി അറിയണേ. ഇതിന്റെ കൂടി വെയിറ്റ് അല്ലേ താങ്ങണേ. നമുക്ക് നെക്സ്റ്റ് പുതിയ ഡയപ്പർ ഇടാം. ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഓൺ ആയി. ഇനി അടുത്തത് ഡ്രസ് ചേഞ്ചിങ് ആണ്. യാരുവിന് പപ്പൊന്ന് ക്രീം ഒന്നും ഇട്ടുകൊടുത്തില്ല. ക്രീമോ? എന്ത് ക്രീം? ഓളെ സെറ്റാഫില്ലേ ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം എടുത്ത് ഇങ്ങനെ വെളുപ്പിക്കാണോ? പിന്നെ സ്വന്തം പപ്പ, സ്വന്തം പപ്പ യാര് പപ്പ, പച്ചി പപ്പന് ഇഷ്ടമല്ലേ യാര ബേബി യാരോ. എണീച്ചിപ്പോ പുതിയ ഡ്രസ്സാണ്. ഇതെന്താ? ഒരു ഉടുപ്പാണത്. ഇത് ഉടുപ്പാണ്. ഓക്കെ, ഓളെ വെല്ലിമ്മന്റെ വകയുള്ള ഉടുപ്പാണ്. ആണോ? അരിമമ്മിന്റെതാ. വെറുതെ അല്ല, ഒരു ലോക്കൽ സാധനം. ആരൂ പപ്പന്റെ സ്വന്തം യാരാണ്. ഇങ്ങോട്ട് വാ. കാട്ടിന് വിളി. ഇതെന്താ? എന്താ പെടലി ആക്കിയതാ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു കൈ കൂടി ഞാൻ എടുത്തിരിക്കുകയാണ്. മോളെ പപ്പ ഒന്ന് ഇതൊന്ന് എടുത്തോട്ടെ പ്ലീസ്, പ്ലീസ്. എല്ലാ പെൺകുട്ടികളും പപ്പന്റെ ആൾക്കാരാണ്. മുത്തേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അവന്റെ ആരോ ഇത് കഴിഞ്ഞിട്ട് കാണാം, അതാ നല്ലത്. ബാക്കി ഈട്ടോ. ഈ ഉമ്മമാരി കുട്ടികൾക്ക് എന്തോ കൈവശം കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ഡ്രസ് ഇടുമ്പോ എന്തിനാ അവരിങ്ങനെ കീറുന്നത്? കണ്ടോ, നോക്ക്, അഭിനയിക്ക് നോക്ക് ഗൈസ്, കണ്ടോ? മോള് പൊരിഞ്ഞ് കരിച്ചിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പം. അപ്പൊ ഇനി പാല് കൊടുക്കേണ്ട സമയമാണ്. അതിൽ നമുക്ക് റോളില്ല, നമ്മൾ കണ്ടു നിന്നാ മതി. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാരേതാ നമ്മൾ ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. യാര ഡെക്കോടെ കാണിച്ചെടുക്ക്. കുട്ടിക്ക് എന്തെങ്കിലും ഡാഡി ഇത്രേ ചെയ്യണുള്ളൂ, കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കേ. അപ്പൊ യാരിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിൽ കയറിയിടാം. ഇത് ഹിബന്റെ നാട്ടിലുള്ള ഷോപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പൊ യാർക്ക് നമ്മളൊരു എന്തെങ്കിലും ടീഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം അല്ലേ? നമ്മളെ നാട്ടിലുള്ള ഷോപ്പാണ്. യാരിന് ഡ്രസ്സ് വാങ്ങി യാരിന് ഇഷ്ടപ്പെട്ടു. ഞാനാണ് ഇന്ന് യാരൊക്കെ മേടിച്ചു കൊടുക്കാണ്. ഞാൻ എത്ര സെലക്ട് ചെയ്ത്, ഇപ്പൊ സെലക്ട് ചെയ്ത് അനക്കൂടി കൂട്ടി സെലക്ട് ചെയ്ത. ഒരു കൈ കൊണ്ട് തന്നെ എത്ര സെലക്ട് ചെയ്ത്. അപ്പൊ 2 കൈ ഇവൾക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എത്ര സെലക്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ വിശാലമായി കിടക്കുന്നതിനെ കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. കിഡ്സ് ഷോപ്പാന്ന് ചോദിച്ചിട്ട് ഞാൻ കയറിയത്. പെണ്ണുങ്ങളത് ഇല്ലാത്തത് നോക്കി കയറിയതാ. അപ്പൊ കണ്ടോ പെണ്ണുങ്ങളെ സാധനം കൊണ്ടുവച്ചു. ഗൈസ് നോക്ക്, ഹിബ ഇവിടെ നിന്ന് പൊക്കി കുട്ടിക്ക് വാങ്ങാനാന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവളുടെ സ്വഭാവം ഗൈസ്. അപ്പം യാർക്ക് 11 ഡ്രസ്സും ഹിബക്ക് 1 ഡ്രസ്സും വാങ്ങി അല്ലേ? 11 ഡ്രസ്സ്. ഗൈസ് ഇവിടെ ഏതെടുത്താലും 200 റുപ്യുള്ളൂ അല്ലേ? അല്ല, പിന്നെ ഹിബന്റെ നാടാണ്. എവിടേക്കല്ല വന്നത് ഇന്ന്? എങ്ങോട്ടാ ഹിബ വന്ന? നമ്മുടെ വീട്ടിലേക്ക്, അതായത് വീട്ടിലേക്കാണ് ഇന്ന്
എല്ലാരൊക്കെ ഇരിക്കുന്നൊക്കെ കാത്തുകൊണ്ട് അയ്യോ ഞമ്മളെ കാണാനല്ല. യാരനെ കാണാനാവൂലേ. അപ്പൊ നീ നമുക്ക് അവിടെ ഉള്ളിലെത്തിയിട്ട് കാണാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ. ഓക്കെ, ശരി ശരി. ഇനി ഹിബന്റെ ഭരണാണ് വരാൻ വേണ്ടി പോണത്. നമുക്ക് ഇനി റോളില്ല, നമ്മളൊക്കെ ഇവിടത്തെ കണ്ടുന്നാ മതി. നമ്മളെ പട്ടി ഷോ ഇനി കാണാം. ലെറ്റ്സ് ഗോ. നമ്മളെ യാര ഫുള്ള് സീനായിട്ടോ അല്ല ഇവ ഇനി നടക്കൂല ഗൈസ്. പപ്പന്റെ അടുത്തൊന്നും കൈവിട്ട് പോയി കാര്യങ്ങളൊക്കെ അല്ലേ. ഇനിയിപ്പോ മമ്മ നോക്കിയാലേ ശരിയാവും. രാത്രിയായി, ഉറങ്ങാൻ വേണ്ടി പോവാണ്. ആർക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ ഇത് ഹിബക്ക് വാങ്ങിയതാ. എന്റെ കാര്യം അറിയാത്ത എല്ലാരും. ഗൈസ് 200 റുപ്യ ഉണ്ട് എല്ലാ ഡ്രസ്സിനും 200 റുപ്യ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അപ്പൊ ഇതാണ് നമ്മൾ യാരന്റെ ടീഷർട്സ്. 200 റുപ്യ. 200 റുപ്യക്ക് ഇത് ക്രിസ്മസിന് ഇടാനുള്ള 200 റുപ്യ. ഇത് 200. ഇതിനൊരു ട്രൗസറും ഉണ്ട്. വീട്ടിൽ നിന്ന് നൈറ്റ് ഡ്രസ്സാ. 200 റുപ്യക്ക് പുറത്ത്. 200 റുപ്യ. ഇത് ഞാൻ സെലക്ട് ചെയ്താ. അത് കണ്ടാലും മനസ്സിലാവില്ല. വീട്ടിൽ നിന്ന് ഇടാനാ മോനെ. ഇത് കഫ്താന് നമ്മള് യാരക്ക് നോക്കിയാ. ഇത് എവിടാണ് മറ്റേ ഭാഗം മുന്നേ യാരക്ക് കഫ്താനൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്ത യാരനെ നമ്മൾ ഗോവ ട്രിപ്പ് അടിക്കുമ്പോൾ ഇടാൻ വേണ്ടിട്ടാ യാര. ഇത് നമ്മള് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു സാധനം അല്ലേ. ആണെങ്കിലും പുറത്തേക്ക് ഇടാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇടാം. ഒരു 2200 റുപ്യക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് അല്ലെ. എല്ലാവരും ടാറ്റ പറയൂ. ഇത് വിടുന്നില്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കി. ഇതെന്താ കളിക്കുന്നത്? ഇത് കാര്യം പഠിപ്പിച്ച ട്രിക്സാ. പപ്പന്റെ മോളന്നെ. ഇനി ഉറക്കിക്കോ. ഇനി മമ്മ ഒറിജിനൽ തരട്ടെ, ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചാളാ. എന്റെ ഡാഡിസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് ഈ ഡാഡിസം എന്ന് താഴെ കമന്റ് ചെയ്യാം അല്ലെ ഹിബ. ഇനി മമ്മിസം എന്നാണെങ്കിൽ ഈജിപ്ത് മമ്മി എന്ന് കമന്റ് ചെയ്യാം എന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇഷ്ടപ്പെടാണെങ്കിൽ ഷെയർ ചെയ്യാം. ബെല്ലൈക്കൺ ആയിരിക്കും. ഇതൊക്കെ 200 രൂപ കിട്ടിയ സാധനം.